എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. അതെല്ലാം നീ നടത്തി തരൂ. നിനക്ക് കിട്ടിയതൊന്നും പോരെ? ദേ, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാതെ ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ ഏട്ടന്മാരോട് പറയും. പിന്നെ നിന്റെ രണ്ട് ഊള ഏട്ടന്മാര്, അവന്മാരുടെ കാര്യം എന്റെ അച്ഛൻ നോക്കിക്കോളും. നിന്റെ ഈ അഹങ്കാരത്തിന്റെയും എന്നോട് ചെയ്തതിന്റെയും കൂലിയാ നിനക്കിപ്പോ ദൈവം തന്നിരിക്കുന്നേ. ഇനിയെങ്കിലും ഇതൊക്കെ മതിയാക്കി നന്നാവാൻ നോക്ക്. ആയിക്കോട്ടെ. വർഷങ്ങളോളം ഞാനിങ്ങനെ കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നാണോ മോളുടെ വിചാരം? മുറി ഉണങ്ങാനുള്ള താമസമേ ഉള്ളൂ. അത് കഴിയുമ്പോ നിന്നെ നേരിട്ട് വന്നൊന്ന് കാണാൻ കൊതിച്ച് കൊതിച്ചിരിക്കുവാടി ഞാൻ. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം നിന്റെ ആ വീഡിയോ എടുത്ത് കാണുന്നതാ. എന്റെ ഫോണിൽ നിന്നല്ലേ നിന്റെ ആങ്ങളമാര് സ്റ്റിൽസും വീഡിയോസും ഡിലീറ്റ് ചെയ്തുള്ളൂ. എല്ലാം എന്റെ ഫ്രണ്ട്സിന്റെ മൊബൈൽ ഫോണുകളിൽ നിന്ന് അവന്മാരെനിക്ക് അയച്ചു തന്നതാ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അതൊന്നും കൂടെ വൃത്തികെട്ട രീതിയിൽ മോർഫ് ചെയ്തെടുക്കണം. തലയുടെ സ്ഥാനത്ത് നിന്റെ അതേ തല, ഉടലിന്റെ സ്ഥാനത്ത്. ഞാൻ ആ വീഡിയോ വേൾഡ് വൈഡ് റിലീസ് ചെയ്യും. റിലീസിംഗ് ഡേറ്റ് നിന്റെ ഏട്ടന്റെ കല്യാണത്തിന്റെ അന്നായിരിക്കും. വൃത്തികെട്ടവനെ, നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ അച്ഛന്റെ ഒത്താശയോടാന്ന് എനിക്കറിയാം. നിന്നെ പഴപ്പിക്കുന്നതേ നിന്റെ അച്ഛനാ. പിഴപ്പിക്കാനാണെങ്കിലും എനിക്കൊരു അച്ഛനുണ്ട്. നിനക്കോ? ഹലോ ഹലോ, എനിക്കൊരു അച്ഛനുണ്ട്. നിനക്കോ? മിണ്ടിപ്പോരുത് നീ. നിന്നെ 10 മാസം വയറ്റ് ചുമന്ന് പെറ്റോള ഞാൻ. ഇന്ന് വരെ ആരെ മുന്നിലും തല കുനിച്ച് നിന്നിട്ടില്ല, തോറ്റു കൊടുത്തിട്ടില്ല. നീ കാരണം അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായ നീ കൊല്ലും, ഞാനും ചാവും. അമ്മേ, അമ്മ ഈ പറയുന്ന പോലെ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഓക്ക് ഉമ്മ കൊടുത്തത്? ഓളിന്റെ ആരാ, പെങ്ങളോ അതോ അമ്മയോ? ആരാ അമ്മയോട് ഈ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിച്ചു എന്നുള്ളത് നേരാ. അപ്പോഴേക്ക് ഇത്തരത്തിലുള്ള കഥകൾ മേഞ്ഞത് ആരാന്നാ എനിക്ക് മനസ്സിലാവാതെ. അത് വിശ്വസിക്കാൻ അമ്മയും. അങ്ങനെ വെറുതെ ഒരാൾ വന്ന് പറഞ്ഞതാണെങ്കിൽ ഞാനത് വിശ്വസിക്കൂലായിരുന്നു. പക്ഷെ തെളിവും കൊണ്ടാ അയാൾ എന്റെ അടുത്ത് വന്നത്. തെളിവോ? എന്ത് തെളിവ്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവ് കിട്ടിയിട്ട് തന്നെയാ നിന്നോട് ഞാൻ ഈ സംസാരിക്കുന്നത്. സാഗരേ, ഞാൻ നിന്നെ പെറ്റ അമ്മയാ. എന്റെ കണ്ണിൽ പൊടിയിട്ട് എന്നെ മണ്ടത്തിയാക്കാൻ നീ ശ്രമിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് കരുതി. ആവശ്യം അനാവശ്യം കണ്ടാലും കേട്ടാലും തിരിച്ചറിയാനുള്ള പ്രായം ഉണ്ട് നിന്റെ അമ്മയ്ക്ക്. കൃത്യമായ തെളിവ് കണ്ടിട്ടാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. കുട്ടിക്കളിയല്ല. എങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ച എനിക്ക് കൈ കഴുകി മാറാം. പക്ഷെ ഓളൊരു പെൺകുട്ടിയാ. ഇല ചെന്ന് മുള്ളില് വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാ കേട്. അമ്മ അമ്മ ചുമ്മാ വെറുതെ ഓരോന്നും പറയാതെ. ഞാൻ അങ്ങനെ ഒരാളാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീയെന്നല്ല, ഒരാണിനെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം. അതിന് കാരണം എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് തന്നെയാ. അയാളെ മോനല്ലേ നീയും. അമ്മ വയറ്റിലിട്ടും മടിയിലിട്ടും തോളിലിട്ടും വളർത്തിയാലും അച്ഛന്റെ പാരമ്പര്യ ഗുണം ആൺമക്കളിൽ നിന്ന് മാഞ്ഞു പോവില്ല. ദയവ് ചെയ്ത് നീ അത് തെളിയിക്കല്ലേ. അമ്മേ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ നീ എന്നോട് കൊള്ളത്തരം മാത്രം പറയല്ലേ സാഗരൻ. ആ മാർത്താണ്ഡൻ പിള്ളേന്റെ അടുത്തെങ്ങാനും ഈ വിവരം എത്തിയാലുള്ള അവസ്ഥ എനിക്ക് ഊഹിക്കാലോ. ഇന്ന് ഞാൻ കണ്ട തെളിവ് നാളെ അയാളടുത്ത് എത്തൂലെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെ വല്ലതും സംഭവിച്ച
അയാൾ ഈ കോളനി ഇളക്കി മറിക്കും. പിന്നെ ഒരു നിമിഷം പോലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. അയാളുടെ മോളോട് അപമര്യാദയായി പെരുമാറിയനാ നമ്മളെ ഇറക്കി വിട്ടേന്ന് നാട് മൊത്തം അയാള് പറഞ്ഞു പ്രചരിപ്പിക്കും. അങ്ങനെ ഒരു നാണക്കേട് കൂടി കേൾക്കേണ്ടി വന്നാല് നീയൊന്നും പിന്നെ എന്റെ ജീവനോടെ കാണൂല. ജനിച്ചു വീണ അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ ആ മോളെ. പിച്ച വെച്ച് നടന്നതും വളർന്നതും എല്ലാം എന്റെ കൺമുമ്പിലാ. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലായ ചിലപ്പോ ചില ഇഷ്ടങ്ങളെല്ലാം തോന്നും. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ, വേണ്ടാത്ത ഇഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കീർത്തനയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഇനിയും വെള്ളത്തം പറഞ്ഞാല് നിന്റെ ചെകിടടിച്ച് പൊളിക്കും ഞാൻ. നീ ഓളും തമ്മിൽ ടെറസിൽ വെച്ച് കണ്ടതും നീ ഓക്ക് ഉമ്മ കൊടുത്തതെല്ലാം കണ്ട ആളുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ കേറി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്. നാളെ നീ കാരണം അതില്ലാണ്ടായ എന്റെ ശാപവും പേരെക്കൊണ്ട് എനിക്ക് ഈ വീടിന്ന് പുറത്തേക്ക് പോവാനാവും. ഓർമ്മിച്ചോ? മീനാക്ഷി, നീ എന്താ ഇവിടെ ഫോട്ടോയ്ക്ക് മുന്നിൽ? എനിക്കെന്താ, എന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കിക്കൂടെ? ഇനി ഇതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. മറ്റാർക്കു വേണ്ടെങ്കിലും എനിക്ക് എന്റെ അച്ഛനെ വേണം. മരിച്ചുപോയ ആളെ ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കാനുള്ള വിദ്യ ഇതുവരെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയൊന്നുണ്ടായ ഞാൻ കൊണ്ടുവരാം നിന്റെ അച്ഛനെ. ഓഹോ, ഇതെപ്പോഴാ എന്റെ മാത്രം അച്ഛനായത്? അമ്മയും നമ്മൾ മക്കളെയും ഉപദേശിച്ചു പോയ ഒരാളെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റില്ല. നിനക്കിപ്പോ എന്തുകൊണ്ടാ ഇങ്ങനൊരു പൂതി ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇക്കാര്യം അമ്മ അറിയാതെ നീ സൂക്ഷിച്ചോ. അറിഞ്ഞാലെന്താ? അച്ഛൻ എത്ര ക്രൂരനായിരുന്നാലും ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നും മക്കൾ ആഗ്രഹിക്കുന്ന തെറ്റാണോ? മരിച്ചുപോയ ഒരാളെ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നത് തെറ്റല്ല, മുഴുവട്ട. അത് വട്ടാണെ ഞാൻ സഹിച്ചു. എന്റെ മാത്രം അച്ഛനല്ലല്ലോ. പക്ഷെ ഇപ്പോ എനിക്ക് മാത്രമേ അച്ഛൻ എന്നൊരു ചിന്തയുള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഇതൊന്നും ഒതുക്കി തീരൂല. എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങുമ്പോഴേക്കും അപ്പോഴത്തേക്കും ഉണ്ടാവും ബെല്ല്. ഇതാരാ നമ്മ? ദാ വരുന്നു. ഇതെന്താപ്പാ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ? പിള്ളത്താറിന്റെ വീട്ടിൽ വരാറുണ്ട്. ചേച്ചിക്ക് ഒരു കത്തുണ്ട്. ഇതാരപ്പാ എനക്ക് കത്തേക്ക്? ആ ശരി ചേച്ചി. ഭിത്തിയിൽ എന്റെ പടം തൂക്കി മാലയിട്ട് വെച്ച ഞാനങ്ങ് ചത്തു തുലയുമെന്ന് കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. ഇത്ര നാളും എന്നെ നീ കൊല്ലാതെ കൊല്ലുകയായിരുന്നില്ലേ? ഞാൻ ജന്മം കൊടുത്ത എന്റെ മക്കളെ കൊണ്ട് കൊല്ലം തോറും ബലിയിടിച്ച് അവരിൽ നിന്ന് എന്നെ അകറ്റിയവളാണ്. ഒക്കെ എനിക്ക് മനസ്സിലാകുന്നു. ആ കോളനിയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഞാൻ അറിയുന്നു. ഒരു ചടങ്ങ് നടക്കാൻ പോവുകയല്ലേ?
എത്ര അകറ്റി നിർത്താൻ നോക്കിയാലും അതിന് സാക്ഷ്യം വഹിക്കാൻ ഞാനുണ്ടാവും അവിടെ. തടയാമെങ്കിൽ നീ തടഞ്ഞു നോക്ക്. ഇത്ര നാളും എന്നെ ഇരുട്ടത്ത് നിർത്തി നീ കളിച്ച കളികൾ പകൽ വെളിച്ചം കാണാൻ പോകുകയാണ്. മാധവമ്മേ, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇടിവെട്ടിയോനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്റെ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല മാധവമ്മേ. പേടി കൊണ്ട് എന്റെ കയ്യും കാലും വിറക്ക. ഇത്രയും കാലം ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളായിരുന്നു എന്ന് വന്നാ ഞാൻ എന്ത് ചെയ്യും മാധവമ്മേ? ഇത്രയും കൊല്ലം മുടങ്ങാണ്ട് ബാലുവിനെ കൊണ്ടുവന്റെ അച്ഛന്റെ കർമ്മവും ചെയ്യിപ്പിച്ചിട്ട് ഒരു ദിവസം അയാൾ അവരുടെ കൺമുമ്പിൽ ജീവനോടെ വന്ന് നിന്ന എന്റെ കുട്ടികളെന്നെ പുഴുത്ത പട്ടിനെ പോലെ ആട്ടി അകറ്റും. നീ ഇങ്ങനെ കരയില്ല സുധാമണി. ഈ സമയത്ത് ഞാൻ നിന്റെ അടുത്തില്ലാതെ പോയല്ലോ. നീ പേടിക്കാതെ. ഇതാരെങ്കിലും നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാവും. അല്ലെങ്കിൽ തന്നെ നീ എന്തൊരു മണ്ടിയാ പെണ്ണെ. നിന്റെ മക്കൾ ആണ്ടുബലി ഇടുന്ന ആൾ നിനക്കൊരു കത്തെഴുതാനോ? നീ എന്താ വെള്ളരിക്ക പട്ടണത്തിലാണ്? മരിച്ചുപോയ ആൾ നിനക്ക് എങ്ങനെ ഒരു കത്തെഴുതുന്നത്? പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് എഴുതിയവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ ഊമക്കത്ത് എഴുതുന്നവരെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക മോളെ. മരിച്ചവര് മരിച്ചു. അവരാരും തിരിച്ചു വന്ന ചരിത്രമില്ല സുധാമണി. പക്ഷേ എനിക്കതില് ഉറപ്പില്ല ബാന്ധവമ്മേ. എന്ത്? നീ എന്താ പറഞ്ഞേ? ഉറപ്പില്ലെന്നോ? എന്നുവെച്ചാ അയാൾ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ മരിച്ചതായിട്ട് ഉറപ്പില്ല. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഈശ്വര, ആ കത്തവിടെ പോയി. ഭഗവാന്, ആ കത്തേതവിടെ പോയി. ഞാൻ ഈന തന്നെയാണല്ലോ വെച്ച്. ഈ ചായ പോലെ ചൂടുള്ള വാർത്ത എന്തെങ്കിലും ഉണ്ടോ? ചായയേക്കാളും വാർത്തയെക്കാളും ചൂടുള്ളൊരു പണിക്കാ അളിയൻ രാവിലെ പോയിരിക്കുന്നത്. നിന്റെ അമ്മായിയമ്മ വരുന്നുണ്ടല്ലോ, ഞാൻ അതങ്ങ് മറന്നുപോയി. അളിയൻ പിക്ക് ചെയ്യാൻ പോയോ? യെസ്. ഇനിയാണ് ഈ വീട് ശരിക്കും ഒരു വീടാവാൻ പോകുന്നത്. സ്നേഹവും ലാളനയും താരാട്ടും സന്ധ്യാദീപവും ഒക്കെ കൊണ്ട് ഈ വീടങ്ങ് നിറയും. ആ പറഞ്ഞതിന്റെ ധ്വനി എനിക്ക് മനസ്സിലായി. അവരിങ്ങോട്ട് വരുന്നതോടെ ഈ വീടിന്റെ സമാധാനം ആകെ താറുമാറാവും.
ഈ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ഒത്തുപോകാതിരിക്കൽ ഒരു സർവ്വലൗകിക പ്രതിഭാസമാ. ഇത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വിഷയമൊന്നുമല്ല. ആ സ്ത്രീയായിട്ട് ഒത്തുപോവാൻ അവരുടെ സ്വന്തം മക്കൾക്കോ ഭർത്താവിനോ പോലും സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് വഷളാ അവരുടെ കയ്യിലിരിപ്പ്. ചിലപ്പോ നിനക്കത് ഒരു ബമ്പറാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഒന്ന് വിട്ടുപിടി. ബമ്പറോ? എന്ത് ബമ്പർ? കൊച്ചുമോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീടിന്റെ അവസ്ഥയും പരിസരവും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോ അവര് ചിലപ്പോ അളിയന്റെ കുത്തിന് പിടിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിന്നെ പറഞ്ഞ ഒരു കാര്യവുമില്ല. എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് കീഴടങ്ങി നിൽക്കുകയല്ലേ. അതല്ല സന്ദീപേട്ട, മഹേഷിന്റെ ഓവർ സെന്റിമെന്റ്സാ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പൊതുവെ സോഫ്റ്റ് ആയ ഒരു നേച്ചറാ മഹേഷിന്റേത്. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരു പിടി പിടിച്ച പിന്നെ വിടാൻ വലിയ പാടാ. ഒന്നിലും മഹേഷ് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കില്ല. പക്ഷെ ഒരു തീരുമാനം എടുത്താ എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും അതിന്ന് മാറത്തുമില്ല. അതെനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. പക്ഷെ അപർണയുടെ കല്യാണത്തിന്റെ തീരുമാനം അളിയൻ ചാടിക്കയറി എടുത്തതാണെങ്കിലും ആലോചിച്ചെടുത്തതാണെങ്കിലും അതൊരു പമ്പര വിഡിത്തമാണെന്നേ ഞാൻ പറയൂ. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനാ ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അമ്മയും ഈ ബന്ധത്തിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കളം മാറ്റി ചവിട്ടും സന്ദീപേട്ട. അപ്പൂനെ അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്കിപ്പോഴും എന്തോ എന്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഞാനൊന്ന് ഓടിയിട്ട് വരാം. അപ്പോഴേക്കും അവരിങ്ങെത്തും. അപർണയുടെ കല്യാണക്കാര്യത്തില് അമ്മ എന്തായാലും മഹേഷിനൊപ്പം നിൽക്കാൻ സാധ്യതയില്ല. അമ്മ എന്റെ ഒപ്പം ആണെങ്കിൽ വീണ്ടും ഒരു ഫൈറ്റിന് ഞാൻ റെഡിയാണ്. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? ദുരിതം അല്ലാതെന്താ. വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ ട്രെയിനിലൊക്കെ നല്ല തിരക്കാ. അമ്മയോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തു തരാം. പിന്നെ ഇത്രയും കാശും കൊടുത്ത് വേറെ പണിയില്ല. അതിനെന്താ, കാശ് ഞാനല്ലേ കൊടുക്കുന്നത്. ആര് കൊടുത്താലെന്താ, കാശ് കാശ് തന്നെയല്ലേ. എന്തായാലും വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷായി ഉറക്കമൊക്കെ കഴിയുമ്പോ ക്ഷീണമൊക്കെ മാറും. അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. എന്തായാലും തൽക്കാലം ഇപ്പോ നമ്മൾ വീട്ടിലേക്കല്ല പോന്നേ. പിന്നെ ആദ്യം ആ ചെക്കന്റെ വീട് വരെ ഒന്ന് പോണം. ഏത് ചെക്കൻ? ആ, അത് കൊള്ളാം. നിന്റെ മോളെ കെട്ടാൻ പോന്ന ചെക്കൻ. ഓ, അല്ല, അവന്റെ വീടിരിക്കുന്ന സ്ഥലം എവിടെയാ? കൊട്ടത്തേങ്ങ കോളനിയോ? കൊട്ടത്തേങ്ങ അല്ലമ്മേ, ഒറ്റ വീട് കോളനി. ആ, അത് തന്നെ. ഇവിടെയാണോ കല്യാണ ചെക്കൻ താമസിക്കുന്നത്? ഇതെന്താ കോളനിയോ അതോ ഇത് ദുരിതാശ്വാസ ക്യാമ്പോ? ശോ, ഈ സ്ഥലത്താണോ എന്റെ കൊച്ചുമോള് വന്ന് താമസിക്കണ്ടേ? അതെ. അപ്പൊ നിനക്ക് നിന്റെ മകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഒന്നുമില്ലേ? അപർണയ്ക്ക് ഇതുപോലൊരു വൃത്തികെട്ട സ്ഥലത്തുനിന്നേ ഒരു ചെക്കനെ കിട്ടിയുള്ളൂ. അമ്മേ, ബാലു നല്ല പയ്യനാ. അപർണയ്ക്ക് ബാലുവിന് ഇഷ്ടമാണ്. പിന്നെ ജീവിത നിലവാരം കുറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നല്ല മര്യാദയും വിനയമുള്ള പെരുമാറ്റമാണ് ബാലുവിൻ്റേത്.